ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ കൂടിയിട്ട് ഏകദേശം കുറച്ച് മാസങ്ങളായി. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെ പുതിയ വീട്ടിൽ നിന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതൊരു മെമ്മറി ആക്കിയിട്ട് ഷൂട്ടാക്കിയാലോ എന്ന്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ വ്ളോഗിൽ അപ്ലോഡ് ആക്കിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ടൈം എൻ്റെ വ്ളോഗ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. ഇന്നിപ്പം ഞാൻ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് വ്ളോഗ് എടുക്കാമെന്ന് ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചയിലായിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാമെന്ന് കുറേ ആയി ഇങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ ഈ ബിരിയാണി ദമ്മിടുന്ന ഈ ഒരു പാത്രം ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ നിക്ഷാനിന്ന് എടുത്തതാണ് കേട്ടോ ഈ ഒരു പാത്രം. നോൾട്ടലിൻ്റെ അടിപൊളിയാണ് കേട്ടോ. ദമ്മിടാൻ പറ്റിയ നമുക്ക് ബിരിയാണിയിൽ ഉണ്ടാക്കാൻ പറ്റിയ കിഡിലോസ്കി പാത്രമാണ്. കുറച്ച് കൂടുതൽ നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു പാത്രം അങ്ങനെ വേണമെങ്കിൽ പറയാം. നോൺ സ്റ്റിക്കാണ് കേട്ടോ വരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്, ദമ്മായി കിട്ടുന്നുണ്ട്. പിന്നെ കാണാനും പിന്നെ അതിൻ്റെ ഒരു കളറും എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഇതാ 2 പാട്ടൊക്കെയുള്ള അരിക്കാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 4 പാട്ട വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്ച്ചോറിൻ്റെ വെള്ളമെല്ലാം എന്താ പറയുക അടുപ്പത്ത് വെച്ച് ഇതാ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മളെ പുല്ല് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അവർ വന്നിട്ട് മൊത്തം കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ലേനു, അവിടെയെല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നല്ല മുഞ്ചിൽ വരുമായിരിക്കും, വന്നാൽ മതിയേനു. ഇപ്പോൾ എന്താ പറയുക, മഴ നിൽക്കുമ്പോൾ ഒരു പേടി. മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയല്ലാന്ന്. പിന്നെ ഇതാ പൂളിൻ്റെ ഏരിയ ഞാൻ വന്നിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. പൂളൊന്നും മെയിൻറ്റെയിൻ ചെയ്യായിട്ട് ഫുൾ ആകെ ഇതായിട്ടാണ് എന്നിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ഇൻഷാല്ലാ മുകളിലൊരു ഷീറ്റെല്ലാം വെച്ചിട്ട് നമ്മളൊരു ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല, മഴവെള്ളമൊന്നും വീഴാത്ത വിധത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. വീട്ടിൽ കൂടുന്ന സമയത്ത് അതിനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ തന്നെ വെക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന പോലെ ഒന്നല്ല എന്ന് എനിക്ക് നല്ലോണം തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി മൊത്തത്തിലൊന്ന് ക്ലീനാക്കി സെറ്റ് ചെയ്തിട്ട് വെക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക എല്ലാം ഇതായി പോവുമല്ലോ. അപ്പോൾ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ ബാക്ക് സൈഡാണ് കേട്ടോ വരുന്നത്. ബാക്ക് സൈഡ് ഞാൻ അങ്ങനെ അധികം വ്ളോഗിലൊന്നും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മാഷാല്ലാ മാംഗോസ്റ്റീന്, പിന്നെ റംബൂട്ടാൻ, നാരങ്ങ, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേരക്ക, അങ്ങനെ കുറേ ഫ്രൂട്ട്സ് എല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. മാഷാല്ലാ നല്ല മുഞ്ചിലായി വരുന്നുണ്ട്. പിന്നെ പണ്ടത്തെ ഒരു അമ്പയങ്ങ ഉണ്ട്, അതും നമ്മളെ വീട്ടിലുണ്ടാകുന്നുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ആകെ അത്രയേ ഉള്ളൂ, പക്ഷേ അതിൽ കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതായിരിക്കാം വീടെടുക്കുന്നതെന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. കുറച്ച് പേർക്കെല്ലാം അറിയാം ഇത് അനിയത്തിക്ക് എടുക്കുന്നതാണ് കേട്ടോ. എൻ്റെ വീടിപ്പുറം, അനിയത്തിൻ്റെ വീടപ്പുറം, ഉമ്മാൻ്റെ വീടപ്പുറം. മാഷാല്ലാ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഫ്രണ്ടിലത്തെയും എല്ലാം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. പുല്ല് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ആദ്യത്തേത്. ഇപ്പോൾ ഇത് മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ആദ്യത്തെ മിസ് ചെയ്യുന്നത്. അത് നല്ല രസമാണ് കാണാൻ, വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും പാർക്കിലെല്ലാം പോയിട്ട് ഇരിക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ പുല്ലെല്ലാം ഉള്ള സമയത്ത്. അപ്പോൾ പുല്ലെല്ലാം പോയി നോക്കുമ്പോൾ ഒരു എന്തോ പോലെ അത് കളയണ്ടേനു എന്നുള്ള ഇതിൽ. പക്ഷേ ധൈര്യത്തിൽ നമുക്ക് ഒന്ന് ഇവിടെ വന്ന് ഇരിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. പാമ്പുണ്ടാവോളി എന്നുള്ളൊരു ഭയങ്കര ടെൻഷനായിരിക്കും എനിക്കല്ലോ. അപ്പോൾ എന്തായാലും ഇനിയും വരുമല്ലോ, പുല്ലല്ലേ. അപ്പോൾ അങ്ങനെയല്ലാന്ന്. ഞാനിന്ന് രാവിലെ കത്തലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നേരെ ഇപ്പുറത്തേക്ക് വരികയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. രാവിലെ തന്നെ അല്ല, ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുരക്ക് പോയിട്ട് ഫുഡെല്ലാം കഴിച്ചതായി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചിക്കനൊന്ന് മസാല പുരക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
പിന്നെ 2 ചിക്കൻ ഉണ്ട്. അപ്പോൾ രണ്ടിലും മസാല പെരക്കി സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ദാ ബിരിയാണിൻ്റെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. മസാല ദാ ഇപ്പുറത്തെ കുക്കറിൽ സെറ്റാകുന്നുണ്ട്. ഞാൻ എല്ലാവരും കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കൽ. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഒറ്റ മസാല വെച്ചിട്ട് ഞാൻ തന്നെ പൊടിപ്പിക്കുന്ന മസാലയാണ് കേട്ടോ. അന്നേരം ഞാൻ തന്നെ പൊടിപ്പിക്കും, അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കൽ. അപ്പോൾ നെയ്ച്ചോറുമായി മസാലയുമായി ഇനിയിപ്പോൾ ദമ്മിടലാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഒരു 4-5 ആൾക്കാർക്കുള്ള മിനിമം ഒരു 10 ആൾക്ക് കഴിക്കേണ്ട ബിരിയാണി ഇതുണ്ട് കേട്ടോ. എൻ്റെ അടുത്തുനിന്ന് കുറച്ച് അധികമായിപ്പോയി. കാരണം ഞാൻ സൗദിയിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയൊരു കപ്പേനു, ഇവിടെ നോക്കുമ്പോൾ വല്ലതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അളവ് തെറ്റുന്നതുകൊണ്ട് ഞാൻ ആ ഒരു സാരയില്ല, കൂടുതലായാലും സാരയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണിയൊന്നും അങ്ങനെ വേസ്റ്റ് ആവില്ല കേട്ടോ, നമ്മൾ ചൂടാക്കി കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച മതി അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അല്ലെ പിന്നെ നെയ്ച്ചോറ് കുറച്ചെടുത്ത് ബാക്കി വെക്കാമെന്നല്ല വിചാരിച്ചതാ. അപ്പം അങ്ങനെയല്ലാന്ന്. ഇനി ഞാൻ ദമ്മിലിട്ടിട്ടുണ്ട്. പിന്നെ ദമ്മ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ അധികം അങ്ങനെ എടുത്തിട്ടില്ല, കാരണം എപ്പോഴും കാണുന്നത് തന്നെയല്ലേ. അങ്ങനെ. പിന്നെ ദാ ഇപ്പുറത്തുനിന്ന് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രം ഞാൻ പറഞ്ഞില്ലേ, മേലയിൽ വേറൊരു പാത്രമുണ്ട്, എന്നിട്ട് അതിൻ്റെ മേലയിലാണ് ഇതിൻ്റെ ഒരു മൂടി വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നല്ല ദമ്മായിട്ട് കിട്ടുന്നത്. നമുക്ക് ഫോയിലൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നല്ലോണം എന്താ പറയുക, ആവിയൊന്നും പുറത്ത് പോവാത്ത വിധത്തിൽ ദമ്മായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറെല്ലാം വിളമ്പി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കച്ചമ്പറയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇന്ന് ജെറിൻ്റെ ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ടായിന് കേട്ടോ. നമ്മൾ വിളിച്ചിട്ടുണ്ടായിന്, ബിരിയാണിയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, അപ്പോൾ അവരെ വിളിച്ചിട്ട് അവർ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അവർ ജുമാസ്കാരെല്ലാം കഴിഞ്ഞതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഫുഡെല്ലാം കഴിച്ചതാ, നമ്മളും ഫുഡ് കഴിക്കലാണ് കേട്ടോ. ബിരിയാണി തിന്നാൽ ഒരു ഉറക്ക് നിർബന്ധമാണ് കേട്ടോ. സമയം ഇപ്പം ഏകദേശം ഒരു 3:30 ആ ഒരു ടൈമെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പാത്രമെല്ലാം കഴുകി കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. കുറേ സമയം വർത്താനം പറഞ്ഞ് നേരം കൂട്ടി കളിച്ച്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം പോയിട്ട് കിടക്കാമെന്ന് വിചാരിച്ച്. ഷാന് വരുന്നവരെ ആ ഒരു ടൈമുണ്ട്. എന്തായാലും ഉറങ്ങുന്നില്ല കേട്ടോ, ഉറക്കൊന്നും വരില്ല, ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു റെസ്റ്റ് അങ്ങനെ. അപ്പോൾ ഇഷമോളെ ഞാനിതാ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്, ഓളെ ഉറക്കാൻ വേണ്ടിയിട്ട്. ഓളിപ്പാന്ന് കേട്ടോ ഉറങ്ങി എണീറ്റിട്ടുള്ളത്. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇതാ ചെറിയ അപ്പുറത്ത് നല്ല ഉറക്ക്. ചെറിക്ക് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉറക്കം ഇതന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉറങ്ങലല്ല ജസ്റ്റ് റെസ്റ്റ് എടുക്കലും ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ചായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വീട്ടിൽ കൂടിയിട്ട് ഞാൻ സൗദിയിൽ പോകുന്നവരെ ഇവിടെ അങ്ങനെ നിന്നിട്ടും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം അൽഹംദുലില്ലാ ഇവിടെ നിൽക്കലുണ്ട്. പിന്നെ ഉമ്മാനെ ഇങ്ങോട്ടേക്ക് വിളിക്കലാന്ന് കേട്ടോ. എനിക്കെന്താ പറയുക, കുറച്ച് കാലം ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി ആ ഒരു ശീലം ഉണ്ടായി കഴിഞ്ഞാലുണ്ടല്ലോ, വേറൊരു നില സ്ഥലം മാറിക്കിടന്നാൽ എനിക്ക് ഉറക്കം വരികയില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് കേട്ടോ എൻ്റെത്. ഞാൻ ഉറങ്ങുകയില്ല. ഒരു ദിവസം ഞാൻ അപ്പുറത്ത് കിടന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടായിട്ട് ഞാൻ വേഗം ഇപ്പുറത്തേക്ക് വരാമെന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം അൽഹംദുലില്ലാ ഇവിടെ നിൽക്കലുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിൽക്കലില്ലേനും കേട്ടോ, സത്യം പറയാലോ. എനിക്ക് ഇവിടെ വന്ന് നിൽക്കാനും എല്ലാം ഭയങ്കര മടിയേനു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ, നമ്മളെ വീടുമായിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിലെല്ലാം കുറേ കമൻസ് എല്ലാം കാണലുണ്ട്. വീടിനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. നെഗറ്റീവൊന്നും ഞാൻ പിന്നെ മൈൻഡാക്കില്ല, കാരണം നമുക്കറിയാലോ എങ്ങനെയാണെന്നെല്ലാം നമുക്കറിയാലോ. അതുകൊണ്ട് പിന്നെ മൈൻഡ് ആക്കലില്ല. അതിനുള്ള റിപ്ലൈ ഞാൻ കമൻറ്റിൽ തന്നെ കൊടുക്കലുണ്ട്. ഒരാളെ കമൻറ്റ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുകയാണെങ്കിൽ, എന്തേനപ്പാ നിങ്ങൾ വെറുതെ ക്യാഷ് കൊണ്ടുപോയിട്ട് കൊളാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനട്ടാ വീട് ഭംഗിയില്ല കൊളാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ കൊടുത്തതെന്ന് വെച്ചാൽ, ആ കുളമാണ് ബാക്കിലുള്ളത്, അതിൽ നമ്മൾ കുളിക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെല്ലാം കുറേ എന്താ പറയുക പോസിറ്റീവ് കമൻസും പിന്നെ ലൈക്കും ഇതെല്ലാം കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ.
അപ്പോൾ ഓരോരാൾക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ, അത് നമ്മൾ ആ ഒരു ഇതിലങ്ങ് എടുക്കണം. അല്ലാണ്ട് എന്താ പറയുക, ഞാൻ ഒന്നും പറയുന്നില്ല. നെഗറ്റീവ് ഞാൻ മൈൻഡ് ആക്കലില്ല കേട്ടോ. ഞാൻ ഫുൾ ടൈം പോസിറ്റീവായിട്ട് ഇങ്ങനെ നടന്ന് കളിക്കലാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നെഗറ്റീവ് പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും. ഈ പറയാത്ത ആളെല്ലാം നെഗറ്റീവ് പറഞ്ഞാൽ അതും വിചാരിച്ചിട്ട് ഇതാക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനാ നേരം ഉണ്ടാവും. ഞാൻ ഒന്നും മൈൻഡ് ആക്കലില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മളിപ്പുറത്തെ വീട്ടിലേക്ക് ഒരു ക്ലോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനിട്ട് ആമസോണിൽ നിന്ന് നമ്മളെ ക്ലോക്ക് എന്തോ ഉമ്മ പിന്നെ മറ്റേ ഇതടിക്കൂലേ, മണ്ണാമ്പല, നമ്മളെ നാട്ടിൽ എങ്ങനെയാണ് പറയുക, അതടിക്കുന്ന സമയത്ത് അത് ഇളകി വന്ന് പൊട്ടിയിട്ടുണ്ടായിന്. കണ്ട ലൈറ്റെല്ലാം ഒരു ഭാഗത്ത് അമ്മാതിരി ബണ്ണാമ്പലയായിട്ട് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഞാനൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. എൻ്റെ അപ്പുറത്തെ വീട്ടിലൊന്നുണ്ടായിന്, ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്, ജെറിൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതേപോലത്തെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. അതും അവിടെ വെച്ചിട്ടുണ്ട്. മാഷാഅല്ലാഹ്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ സമയം റെസ്റ്റാണ്. മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറേ സമയം റെസ്റ്റാണ്, ഒരു 8 മണി വരെയെല്ലാം റെസ്റ്റാണ്. പിന്നെ ഇതാ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ പണിയെന്ന് പറയുകയാണെങ്കിൽ കിച്ചണിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇക്കാക്ക വരും കേട്ടോ. ഉച്ചയ്ക്ക് ഇക്കാക്ക ഉണ്ടായിട്ടില്ല, അതായത് എൻ്റെ സ്വന്തം ബ്രദർ. ഇക്കാക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. രാത്രിക്കത്തേക്കുള്ള ബിരിയാണി കൂടി ഉണ്ടേനും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ പോയിട്ട് ഒറോട്ടിയെല്ലാം ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഒറോട്ടിയും നല്ല തക്കാളിക്കറിയും, രാവിലത്തെ തക്കാളിക്കറിയും എടുത്ത് വന്നിട്ടുണ്ട്. ഉമ്മ പറഞ്ഞാൽ എനിക്ക് ബിരിയാണി വേണ്ട, ഞാൻ ഒറോട്ടി എന്നോളൂ എന്ന്. പക്ഷെ നമുക്കെല്ലാം ബിരിയാണി ചൂടാക്കിയിട്ട് കഴിക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ അങ്ങനെ രാത്രിക്കത്തെ നമ്മളെ ഫുഡടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. സമയം ഇപ്പം ഏകദേശം ഒരു 11:30-12 മണിയിലായിട്ടുണ്ട്. നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 12 മണി 1 മണി ഏകദേശം ആ ഒരു ടൈമെല്ലാം ആവും കേട്ടോ. നല്ല ലേറ്റ് ആവും കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുടിക്കാനുള്ള വെള്ളമെല്ലാം എടുത്ത് ഇതാ നമ്മളെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഞാൻ സ്കിന്നെ നല്ലോണം കെയർ ചെയ്യും. അല്ലാത്ത സമയത്ത് എന്നല്ല, കുറച്ച്, അതായത് മീൻസ് ഒരാഴ്ച ഞാൻ നല്ലോണം സ്കിൻ കെയർ ചെയ്തിനെങ്കിൽ പിറ്റത്തെ ആഴ്ച എനിക്ക് മടിയായിരിക്കും. അതേപോലെ തന്നെ എൻ്റെ മുഖത്ത് കാണാനും ഉണ്ടാവും. സ്കിൻ കെയർ ചെയ്താൽ നമ്മളെല്ലാം ആദ്യം വിചാരിക്കും എന്തിനാണ് ഈ സ്കിൻ കെയർ ചെയ്യുന്നത്, അങ്ങനെയെല്ലാം വിചാരിക്കും. പക്ഷെ നമ്മൾ ചെയ്യണം കേട്ടോ. ചെയ്താൽ അതിൻ്റേതായ മാറ്റമെല്ലാം നമുക്ക് നല്ലോണം ഉണ്ടാവും. പക്ഷെ മടി കാരണം ചെയ്യാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസാക്കുന്നത് സിതാഫിലിൻ്റെ ക്ലെൻസറാണ്. ഓയിലീൻ്റെതും ഉണ്ട്, അതായത് എന്താ പറയുക, 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് ഓയിലി ആയിട്ടുള്ള സ്കിന്നിനുള്ളവർക്കും പിന്നെ ഒരു സെൻസിറ്റീവ്. അപ്പം രാവിലത്തത് ഞാൻ സെൻസിറ്റീവ് സ്കിന്നിന് യൂസാക്കുന്നതാണ്, പിന്നെ ക്ലെൻസർ യൂസാക്കൽ. രാത്രിക്ക് ഞാൻ ഓയിലി സ്കിന്ന്, അതായത് ആ ഒരു ക്ലെൻസറാണ് കേട്ടോ യൂസാക്കൽ. അപ്പോൾ എൻ്റെ ഫേസിലിപ്പോൾ നല്ല ചേഞ്ചസ് എനിക്ക് മാറ്റമായിട്ട് തോന്നുന്നുണ്ട്, നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ആക്കി നോക്കുക. മീൻസ് നിങ്ങളെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് ട്രൈ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ പറയാം. അങ്ങനെ ഇതാ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ തന്നെ വ്ളോഗ് അങ്ങ് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല. ഉച്ച മുതലെടുത്തൊരു വ്ളോഗല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ച മുതലെടുത്തുകൊണ്ട് പിറ്റേന്ന് കൂടി ഷൂട്ടാക്കാമെന്ന്. ഇന്ന് എനിക്ക് ഇവിടെ പോകാൻ വേണ്ടിയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട്, സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാനുണ്ട്. പിന്നെ ഞാൻ മുന്നത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്താ തൊണ്ടവേദന. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇതെല്ലാമായിട്ട് നമ്മൾ കണ്ണൂരേക്ക് പോയിട്ടുണ്ട് കേട്ടോ. കണ്ണൂരേക്ക് പോകണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് മൊത്തത്തിലൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ടാക്കാമെന്ന്. ഇന്നലെ ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ. അപ്പോൾ ഇന്നലെ ഉച്ച മുതൽ ഇന്ന് രാത്രി വരെയുള്ള വ്ളോഗാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുകയാണെങ്കിൽ. പിന്നൊരു കാര്യം, എനിക്കിപ്പോൾ അങ്ങനെ വ്ളോഗ് ചെയ്യാനും ഇതാക്കാനൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ. അതൊരു ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എൻ്റെ മനസ്സിൽ ഫുൾ ടൈം ചിന്ത ഇത് തന്നെയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന സമയത്ത് എന്നാൽ പിന്നെ ഒരു വ്ളോഗ് എടുത്താൽ ഒരു ടൈം പാസ്. നമ്മൾ കൂടുതൽ ബിസി ആകുന്ന സമയത്ത്
നമുക്കൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറയുന്നില്ലേ, അതേപോലെ ഇങ്ങനെ കമൻസ് വായിക്കുക, ഇൻസ്റ്റയിൽ ആക്റ്റീവായിട്ടിരിക്കുക, മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക, ഇതെല്ലാം എനിക്ക് ഓരോ ടൈം നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നിപ്പം ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട്, പാൽ ചായക്കും പിന്നെ കട്ടൻ ചായയും വെച്ചിട്ടുണ്ട്, മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. നമ്മളെ ഫ്രഷ് ആവലും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, സംസാരം ഏതെങ്കിലും ആണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. രാവിലെ നമ്മൾ സെൻസിറ്റീവിൻ്റെ ക്ലെൻസർ വെച്ചിട്ടാണ്, സെൻസിറ്റീവ് സ്കിന്നിൻ്റെ ക്ലെൻസർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടുള്ളത്, ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇനി നമ്മൾ രാവിലത്തെ കത്തലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മാനോട് ഞാൻ പറഞ്ഞ് പുട്ടുണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഉമ്മ പറഞ്ഞ എന്നാൽ പിന്നെ ഓക്കെ പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഞാൻ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അടിച്ചു വാരിയിട്ട് അങ്ങോട്ടേക്ക് വരാം, അല്ലെങ്കിൽ ഉമ്മ ഇങ്ങോട്ടേക്ക് വരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ട് ഞാനെപ്പോഴും ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ കുഴച്ചിട്ട് വെക്കലുണ്ട്, എന്നാൽ മാത്രമേ ആ ഒരു നല്ലൊരു സോഫ്റ്റ്നെസ്സിൽ നമുക്ക് കിട്ടൂ. അല്ലെങ്കിൽ ഒരു പൊടി പോലെ ഉണ്ടാവും, ഒരു തരി പോലെ ഉണ്ടാവും, ആ റവയെല്ലാം തിന്നുന്ന ആ ഒരു ഫീലാണ് കേട്ടോ ഉണ്ടാവല്. ആദ്യത്തെ എൻ്റെ പുട്ട് എന്ന് പറയുകയാണെങ്കിൽ ലോക ഫ്ലോപ്പേനു. ഇപ്പം എൻ്റെ പുട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം, അടിപൊളിയാണ്. ഞാൻ മറ്റേ കുക്കറിൻ്റെ മേലയിൽ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ, അതായത് ചിരട്ടപ്പുട്ട്, അതാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇറച്ചിക്കറിക്കും മീൻ കറിക്കെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ രാവിലെ എണീച്ചിട്ട് ഇതുവരെ ആയിട്ട് ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ നല്ല പണ്ടേ കട്ടൻ ചായൻ്റെ കട്ട പിരാന്തത്തിയാണ് കേട്ടോ. ഞാൻ എത്ര കട്ടൻ ചായ കിട്ടിയാലും കുടിക്കും, അങ്ങനെയാണ്. അപ്പോൾ വലിയ ഗ്ലാസ്സിൽ കട്ടൻ ചായ എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ ഷീന്ന് വാങ്ങിയൊരു കേക്ക് ഉണ്ട്. എൻ്റെ മോളെ പൊള്ളി എന്ന് പറയുകയാണെങ്കിൽ പൊള്ളി, കിടിലോസ്കി ടേസ്റ്റ്, വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു ചോക്ലേറ്റ് കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റ എരിപ്പിന് മൊത്തം കാലിയാക്കി എടുത്തിട്ടുണ്ട്. ചായയും കുടിച്ച് നമ്മളെ വീടെല്ലാം അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കുമ്പോൾ ഉപ്പ നല്ല ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് പൊളിച്ച് ചുള മാത്രം മാറ്റിയെടുത്തിട്ടുണ്ട്. എന്താ ടേസ്റ്റ്, കിടലോസ്കി ടേസ്റ്റ്. അതും തിന്നിട്ടുണ്ട്. പിന്നെ ഉമ്മ പറഞ്ഞ് എൻ്റെ പുട്ടിന് ഈ ഒരു മുരിങ്ങക്കായി തേങ്ങ കറി ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഒറോട്ടി ചുട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പുട്ടോടി നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. ഉമ്മ പറഞ്ഞു ഒറോട്ടി തന്നെ അപ്പം നല്ല, പുട്ടൊന്നും അങ്ങനെ ആരും തിന്നൂല, നീ എന്താക്ക് അത് നാളെ അറ്റാക്കാം, നമുക്ക് ഇറച്ചിക്കറിൻ്റെ കൂടെ അറ്റാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതങ്ങനെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ പുട്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡെല്ലാം ഇടുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെയെല്ലാം ഒന്ന് അടിച്ച് വാരി എടുക്കാമെന്ന്. ഷെയാനോട് പറഞ്ഞാൽ നീ തണാലൊന്ന് അടിച്ച് വാരി, ഞാൻ പിന്നെ ഇവിടെയെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ എന്നോ. മാച്ചിനെ കൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി നെക്സ്റ്റ് നമ്മളെ പരിപാടി ഒന്ന് നോക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ പുരക്കേക്ക് വന്നിട്ടുണ്ട്. ഈ സ്വന്തം പുര ഉമ്മാൻ്റെ വീട്ടിൻ്റെ അടുത്തായി കഴിഞ്ഞാലുള്ള അവസ്ഥ തന്നെയാണ് കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്ക്. രാവിലെ അങ്ങോട്ട് പോവും, ഉച്ചക്ക് അവരിങ്ങോട്ട് വരും, വൈകുന്നേരം നമ്മൾ അങ്ങോട്ട് പോവും, രാത്രി വീണ്ടും അവരിങ്ങോട്ട് വരും. ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ ഇപ്പം വന്നിട്ട് ഞാനിതാ നല്ല ബട്ടർ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അവക്കാഡോ, നമ്മൾ ബട്ടർ എന്നാട്ടോ പറയാം നമ്മളിവിടെ, നിങ്ങളെന്നാ പറയാം? നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും പറയാം മിക്കവാറും. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ വാങ്ങിയിട്ട് ഇതുവരെ യൂസ് ആക്കിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് യൂസ് ആക്കണമല്ലോ, പാത്രങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ട് ഷോന് മാത്രമായി പോരല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഹോം സെൻറ്ററിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. പൊളി ഗ്ലാസ്, കാണാൻ എന്തൊരു മൊഞ്ച, പൊളിയാവുന്നുള്ള ടെൻഷനാണ് കേട്ടോ എനിക്ക് കൊടുക്കുന്ന സമയത്ത്. പിന്നെ അത്യാവശ്യം നമ്മളെ സാധാ ഗ്ലാസ്സിലുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഇതും ഉള്ളൂ കേട്ടോ. കാണുമ്പോൾ വിചാരിക്കും കുറേ ഉണ്ടെന്ന്, പക്ഷെ അങ്ങനെയൊന്നുമല്ല, സെയിം ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കേട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞ് നമ്മളെ ജ്യൂസ് കുടിക്കലെല്ലാം കഴിഞ്ഞ് ഷെയാൻ്റെ വണ്ടി കയറുന്ന ജെറിൻ്റെ വണ്ടി അപ്പുറത്ത് കഴുകുന്നുണ്ട്. ഞാനിതാ നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്, എവിടെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കുളിച്ച് മാറ്റി പോകാൻ വേണ്ടിയിട്ട്, ഇസ്തിരിയെല്ലാം ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഏത് പർദ്ദ ഇടും എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്.
ഷോളും നിക്കാബും എടുത്ത് ഇസ്തിരിട്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ പർദ്ദൻ്റെ ഒരു കാര്യം പറയാം. പർദ്ദ നമ്മൾ യൂസാക്കുന്നത്, അതായത് ഏത് പർദ്ദയായി കഴിഞ്ഞാലും നമ്മൾ പർദ്ദൻ്റെ ഒരു ഷാമ്പൂ ഉണ്ട്, അതിൽ മാത്രമേ നമ്മൾ വാഷ് ചെയ്യാവും കേട്ടോ. സാധാ സോപ്പ് പൊടിയിൽ നമ്മളിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ പർദ്ദൻ്റെ ആ ഒരു കളർ, ആ ഒരു ബ്ലാക്ക് അങ്ങ് പോവും. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടാൻ പാടില്ല. പിന്നെ ഹാൻഡ് വാഷ് മാത്രമേ പർദ്ദ ചെയ്യാവൂ. അങ്ങനെ കൊണ്ടുപോകണം കേട്ടോ പർദ്ദ. ഇത് നമ്മളെ പർദ്ദ വാങ്ങിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. കുറേ കാലം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എൻ്റെ പർദ്ദയെല്ലാം മുന്നേ, അതായത് കല്യാണമല്ല, എന്താ പറയുക, ഒരു 3-4 വർഷം മുന്നേ ഉള്ള പർദ്ദ ഞാൻ ഇപ്പോൾ യൂസാക്കുന്നുണ്ട് കേട്ടോ. കാരണം അതേപോലെ നമ്മൾ കെയർ ചെയ്യണം. പിന്നെ കൂടുതൽ വാഷ് ചെയ്യാനും പാടില്ല, അങ്ങനെയാണ് കേട്ടോ. കൂടുതൽ വെള്ളത്തിലിട്ട് അങ്ങനെ വാഷ് ചെയ്യാനും പാടില്ല, പിയാൻ പാടില്ല. വെള്ളം ഇങ്ങനെ പീഞ്ഞ് കളയൂലേ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അയലുമ്മൽ അങ്ങനെ തന്നെ ഇട്ട് വെള്ളം ഊറ്റിക്കളയാണ് കേട്ടോ വേണ്ടത്. കുറച്ച് ടൈം എടുക്കും, അങ്ങനെ നോക്കണം കേട്ടോ. അപ്പം അയെല്ലാം അപ്പം അങ്ങനെ ഇനി ഇതാ നമ്മൾ കുളിച്ച് ഫ്രഷായി ഇതാ കണ്ണൂരേക്ക് പോക്കാമെന്ന്. എനിക്കൊന്ന് സ്കിന്നിൻ്റെ ഡോക്ടറെയും കാണണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ തൊണ്ടവേദന അത് സഹിക്കാൻ പറ്റാത്തത്. നമുക്കിപ്പോൾ തണുപ്പിൻ്റെ സാധനം തട്ടിക്കാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ തണുത്ത വെള്ളം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചൂടുവെള്ളവും പച്ചവെള്ളവും കുടിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ഫുൾ ടൈം തണുത്ത വെള്ളമാണ് കേട്ടോ കുടിക്കൽ. ഇപ്പം അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റായിട്ട്. അപ്പോൾ അതെന്തായാലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഡോക്ടർ പോയിട്ടുണ്ടായി, നമ്മൾ ലേറ്റായി കേട്ടോ. പിന്നെ 10 മണി വരെ ആറ്റേ ഉള്ളൂ. ഡോക്ടർക്ക് എവിടെയോ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ കറക്റ്റ് ഒരു 1:15 മണിക്ക് അങ്ങനെയാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ജെറിനെന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുപ്പിക്കലാണ്. ഞാൻ വെറുപ്പിക്കുന്നുണ്ടെങ്കിലും പക്ഷേ കൂടെ ഉള്ള ഒരു കുലുക്കോ ഇല്ല, അനക്കോ ഇല്ല, കുലുക്കോ ഇല്ല. ഓളം നടന്ന് പറയുന്നുള്ള ഒരിതിലാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മളിതാ കണ്ണൂരെത്തിയിട്ടുണ്ട്, താണൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പേര് മെസ്സേജ് അയക്കലുണ്ട്, ഏതാ സ്കിന്നിൻ്റെ ഡോക്ടർ നിങ്ങൾ കാണിക്കലെന്നുള്ളത്. സ്കിന്നിൻ്റെ ഡോക്ടർ അഷ്റഫ് ഡോക്ടറാണ് കേട്ടോ. പിന്നെ ഡോക്ടർ മോളും ഉണ്ട്, റാബിയ എന്ന് പറഞ്ഞിട്ട്, അവരെയും കാണിക്കലുണ്ട്. അഷ്റഫ് ഡോക്ടർ മരണത്തിരക്ക, അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ മോളെയും കാണിക്കലുണ്ട് കേട്ടോ. ഇതിപ്പോൾ വന്നിട്ടുള്ളത് ഹാരിസ് ഡോക്ടർ, പണ്ടത്തെ ഡോക്ടർ ഇവിടെയാണ് കേട്ടോ കാണിക്കൽ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം ചെക്കെല്ലാം ചെയ്ത് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. റബ്ബേ, ഇവിടെ നിന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അമ്മാതിരി കുത്താന്ന് കേട്ടോ അവൾ കുത്തിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ അതും കഴിഞ്ഞ് നമ്മളിനി നേരെ എങ്ങോട്ട് പോകും? നമുക്ക് കുറേ ടൈമുണ്ട്, പക്ഷെ എവിടെയും പോകാനില്ല. നമുക്ക് നട്ടുച്ച സമയമാണ് കേട്ടോ. നമ്മളിതാ ടൗണിലാണ് ഉള്ളത്, കാൽടെക്സ് ടൗണിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എവിടെയെങ്കിലും പോകണമല്ലോ, വൈകുന്നേരം വരെ കണ്ണൂരിങ്ങനെ കറങ്ങണമല്ലോ. നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് വിചാരിക്കും കണ്ണൂർ പോവാം, അവിടെ പോവാം, ഇവിടെ പോകാമെന്നെല്ലാം വിചാരിക്കും. പക്ഷെ കണ്ണൂർ ടൗണിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോകാനുണ്ടാവില്ല. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയാലോ എന്ന് വരെ ചോദിച്ചൊരു ദിവസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് വൈകുന്നേരം എനിക്ക് നെസ്റ്റോലൊന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈം, അതായത് ഒരു 1:30 to 1:45 to ഒരു 3 മണി വരെ നമുക്കിങ്ങനെ സമയം കളയണം. അപ്പം അതിന് വേണ്ടിയിട്ട് പെട്ടെന്നൊക്കെ ഓർമ്മ വന്ന് നമുക്ക് കണ്ണൂർ കോട്ടയ്ക്ക് പോകാമെന്ന്. കുറേ കാലമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പം നമ്മൾ ജെറിയും പറഞ്ഞാൽ അത് ശരിയാണല്ലോ, നമുക്ക് കോട്ടയ്ക്ക് പോവാം. കാരണം കുറേയായി നമ്മളിങ്ങ് വന്നിട്ട്. എൻ്റെ കല്യാണ സമയത്ത് പിന്നെ ഫോട്ടോഷൂട്ടിനും പിന്നെ ഒരു ഇതുണ്ടാവില്ലേ, ഞാനിപ്പോൾ അന്നേരം എന്തോ പറയാനുണ്ട്, അന്നേരം അങ്ങനെ എന്തോ ഒന്ന് പറയാനുണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ഗായ്സ്, നമ്മളെ അതെ ചെറി അവിടെ നിന്നാണ്. പിന്നെ ഞാൻ മറ്റേ മംഗല ഡ്രസ്സ് ഇട്ടിട്ട് ഓടിയിട്ടൊന്നുമില്ല, മംഗല ഡ്രസ്സ് ഇട്ടിട്ട് ഓടുവാടോ. ആടുന്ന് ആ വീഡിയോ കിട്ടുവാ. വീഡിയോ എല്ലാം നല്ല വൃത്തി ഉണ്ടായിരുന്നു ഗൈസ്, ബട്ട് ഇപ്പോൾ ഒരു വൃത്തിയുമില്ല. എന്ത് വൃത്തിയുള്ള സ്ഥലമായിരുന്നു അല്ലേ, ഇപ്പോൾ ഒരു പശ വൃത്തിയില്ല. ഇപ്പോഴത്തെ കാലത്താണ് ഫോട്ടോഷൂട്ട് എന്നെല്ലാം പറയാം. പണ്ടെന്തോ ഒന്ന് പറയാനിട്ടിട്ട് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കാം. നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നു പോയിട്ടുണ്ട്.
ആദ്യമിവിടെ നല്ല നീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. പക്ഷെങ്കിൽ ഇപ്പം അങ്ങനെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക കൂടുതൽ വൃത്തിയൊന്നുമില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുന്ന് റബ്ബേ കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ടു ഗൈസ്. എന്തൊരു കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നറിയോ? എന്തായാലും നിങ്ങളും കൂടി ഒന്ന് കണ്ടോക്ക്. ഇവർക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ്. ഇവിടെ കുറേ കുൽസിത പരിപാടികൾ നടക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പുറത്ത് കുറേ ഇപ്പുറത്ത് കുറേ ആടെ കുറേ എല്ലാ കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതെന്നെ പണി നമ്മളിതെല്ലാം നോക്കാൻ വന്നിട്ട്. സത്യം പറഞ്ഞാൽ നട്ടുച്ച സമയത്ത് ഫാമിലി ആയിട്ട് ഒരിക്കലും പോകാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ കണ്ണൂർ കോട്ട. സഹിക്കാൻ പറ്റാത്ത കാഴ്ചകളെല്ലാം കണ്ടിട്ടുണ്ടായിന്. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിന്. പക്ഷേങ്കിൽ നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെയർ ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ വെറുതെ എന്തിനാന്ന് വിചാരിച്ച് ഞാൻ അന്നേരം കുറച്ച് വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരമില്ല, അവരൊരു എൻജോയ് ചെയ്യുന്ന ടൈമാണല്ലോ, ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ ഇതെല്ലാം എന്താ പറയുക, വീട്ടിലുള്ളവർ അറിയുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു സങ്കടം. എല്ലാം കോളേജ് ഗേൾസാണ് കേട്ടോ, എല്ലാം ചെറിയ മക്കളാണ്, +2. ഒരു കാണുമ്പോൾ ചെറിയ കുട്ടികളെ പോലെയെല്ലാം തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കണ്ടിട്ട് ഭയങ്കര ഒരു സങ്കടം ഫീൽ. സാരമില്ല, പിന്നെ വിചാരിക്കും മതി അവരുടെ ടൈമല്ലേ അങ്ങനെയെല്ലാം വിചാരിക്കും. പക്ഷെ എന്നാലും ഒരു ഇത് സ്കൂളെല്ലാം അതായത് ക്ലാസ്സെല്ലാം കട്ട് ചെയ്തിട്ടാണല്ലോ വരുന്നത്. അവർക്കറിയില്ലല്ലോ ലൈഫ് എന്താണെന്നുള്ളത്, അവർക്കറിയില്ലല്ലോ. ലൈഫ് കല്യാണം കഴിഞ്ഞാൽ എന്തായാലും അറിയാൻ പോകുന്നുള്ളൂ. മുന്നേ ഭയങ്കര ഈസിയാണെന്നെല്ലാം തോന്നും, പക്ഷെ കഴിഞ്ഞാലേ അതിൻ്റെ ഒരു ഇതെല്ലാം മനസ്സിലാക്കും അവർ. എന്തായാലും മനസ്സിലാക്കട്ടെ, അങ്ങനെ തന്നെ വേണം. ഞാൻ ചേട്ടനോട് പറഞ്ഞ് അവരെല്ലാം വിചാരിക്കും ഭയങ്കരമാണ് കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം വിചാരിക്കും എന്നല്ല ഇങ്ങനെ പറഞ്ഞിട്ട് വെറുപ്പിച്ച് വിടലാണ് കേട്ടോ. എനിക്കിങ്ങനെ കുറേ സ്റ്റെപ്പ് കാണുമ്പോൾ ഇങ്ങനെ ഓടിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങണം, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. ആദ്യം കേൾപ്പിക്കാൻ നോക്കുമ്പോൾ വോയിസ് ക്ലാരിറ്റി ഇല്ല കേട്ടോ. അതായത് ഒരാൾ തല ഇങ്ങനെ നോക്കി കൊടുക്കുന്നു, തല ഇങ്ങനെ മസാജെല്ലാം ചെയ്ത് കൊടുക്കുന്നു. ഞാനിവരോട് പറഞ്ഞു ഇപ്പം തലയെല്ലാം മസാജ് ചെയ്ത് കൊടുക്കും, കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നെല്ലാം ഇങ്ങനെ അറിയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കലേനും കേട്ടോ. പിന്നെ പ്രായമായവരെ കൂടെയും പിന്നെ ചെറിയ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ, പെൺകുട്ടികൾ. എന്തിലാ വരുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണാൻ പറ്റിയത്. എന്തായാലും ഞാൻ ഷെയാനോട് ചോദിച്ചു, ഇനിയെല്ലാം എങ്ങനെയാണ് ഞാൻ സ്കൂളിൽ വിടുക എന്നെല്ലാം ഇങ്ങനെ പറയല്ലേ, എനിക്ക് കോളേജിലെല്ലാം വിടുക, നീ എല്ലാം എങ്ങനെയായിരിക്കും നോക്കട്ടുമ്മാ നോക്കട്ടെന്നറിയാം, ഏതാ സാധനം എന്നറിയാം. അപ്പോൾ അങ്ങനെയെല്ലാമാണ്. പിന്നെ ഓരോരാളെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ ഇതെല്ലാം, അതെല്ലാം നമ്മൾ ഇതാക്കണമല്ലോ. അപ്പോൾ നമ്മൾ മൊത്തം ചുറ്റിക്കറങ്ങി കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ട് തിരിച്ച് പോക്കാന്ന് കേട്ടോ. തിരിച്ചെവിടത്തേക്കാണ് പോകുന്നത്? നമുക്ക് നെസ്റ്റോയിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട്. വേറെ എവിടെയോ പോകാൻ വേണ്ടിയിട്ടുണ്ടല്ലേനു. വേറെ നമുക്ക് നിക്ഷാനിലൊന്ന് കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. അപ്പോൾ നേരെ നമ്മൾ സെക്യൂറിയിലേക്ക് വന്നിട്ടുണ്ട്. ഫുഡ് കഴിച്ചില്ല കേട്ടോ, നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല. രാവിലെ നല്ല ഫുഡെല്ലാം കഴിച്ചിട്ടാണല്ലോ വന്നിട്ടുള്ളത്. റോട്ടിയും നല്ല മുരിങ്ങക്കറിയെല്ലാം കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ലേറ്റ് ആയിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉച്ചക്ക് എന്തായാലും ഫുഡ് വേണ്ടാന്ന് വെച്ച് വൈകുന്നേരം KFC കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വയറ് കാലിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ KFCക്ക് ഓർഡർ ആക്കിയിട്ട് ഞാൻ മാക്സിലേക്ക് വന്നിട്ടുണ്ട്. ഇഷമോക്ക് ജസ്റ്റ് ഒരു ടീഷർട്ടും ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടീഷർട്ട് വീട്ടിൽ നിന്ന് അങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം ഷോപ്പിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ KFC സെറ്റായിട്ടുണ്ട്. ഫുഡ് കഴിക്കലാണ് കേട്ടോ. ഇവിടുത്തെ KFC അടിപൊളിയാണ് കേട്ടോ. ഏറ്റവും ടേസ്റ്റ് മറ്റേ പെരി ലെഗ് പീസ് ഉണ്ടല്ലോ, അത് റബ്ബേ പൊളിക്കിട്ടിലോസ്കി എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ഫേവറേറ്റാണ് കേട്ടോ. എൻ്റെയും ഫസ്നാൻ്റെയും ജെറിൻ്റെയും ഷെയാൻ്റെയും ഫസ്സാൻ്റെ മാപ്പിളിൻ്റെയും എല്ലാവരെയും ഫേവറേറ്റാണ് കേട്ടോ KFCൻ്റെ പെരി ലെഗ് പീസ്. നിങ്ങൾ ട്രൈ ആക്കിയില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക്. 499 ആണ് കേട്ടോ 5 പീസിന് വരുന്നത്. എന്തായാലും വേർത്താണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നമ്മളെന്തായാലും വീണ്ടും വീണ്ടും വാങ്ങിപ്പോവും, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് നെസ്റ്റോയിൽ വന്ന് കുറച്ച് സാധനം എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ.
പിന്നെ ഇവിടെ നിന്നൊന്നും പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല. ഇപ്പം തന്നെ ആകെ ടയേർഡായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പം സമയം ഏകദേശം 8 മണിയെല്ലാം ആയിട്ടുണ്ട്. ജെറിക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഒരു സമാധാനവും ഇല്ല. 8 മണിയായിട്ടില്ല കേട്ടോ, 6 മണിയായിട്ടേ ആയിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഒരു സമാധാനമില്ല. അതുകൊണ്ട് നമ്മൾ വേഗം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അധികം കറങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. നേരെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.